ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ BGMയ്ക്കകത്ത് ഒരു പ്രൈസ് പാത്ത് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഗോഡ്സിലയുടെ കൊളാബറേഷനാണ്. അതിന് പ്രൈസ് പാത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. അതുമാത്രമല്ല, ഗോഡ്സിലയുടെ കുറച്ച് സ്പിന്നും വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് സ്പിന്നൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് സ്പിന്നിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം ഗോഡ്സിലയുടെ ലക്കി സ്പിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ 10 പ്രാവശ്യം സ്പിൻ ചെയ്യുന്ന UC വൗച്ചർ കിട്ടുമല്ലോ. UC വൗച്ചർ അല്ല, 10 പ്രാവശ്യം സ്പിൻ ചെയ്യുന്ന വൗച്ചർ കിട്ടുമല്ലോ, നമ്മൾ ഫ്രീ ആയിട്ട് റെഡീം ചെയ്യുന്നത്. അത് വെച്ച് സ്പിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് അപ്ഗ്രേഡബിൾ ഗണ്ണ്, അതുപോലെ ഔട്ട്ഫിറ്റ്, പിന്നെ നമുക്ക് കമ്പാനിയൻ, ഇത്ര സാധനങ്ങളാണുള്ളത്. നമുക്ക് നമ്മുടെ റിവാർഡ് സെക്ഷൻ ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു കമ്പാനിയൻ, പിന്നെ നമ്മുടെ ഗോഡ്സിലയുടെ ഒരു കമ്പാനിയൻ, പിന്നെ ഗോഡ്സിലയുടെ ഒരു ഔട്ട്ഫിറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഡൗൺലോഡ് ആവുന്നതേ ഉള്ളൂ. ഓക്കെ, ഗോഡ്സിലയുടെ ഒരു ഔട്ട്ഫിറ്റ് കൊള്ളാം. പിന്നെ അതിൻ്റെ തന്നെ ഒരു ഹെഡ് ഗിയർ, പിന്നെ വേറൊരു ഔട്ട്ഫിറ്റ്, പിന്നെ നമ്മുടെ ഗ്രോസയുടെ സ്കിൻ. ഗ്രോസ മാക്സ് ആകുമ്പോൾ കിൽ മെസ്സേജ് ഇങ്ങനെയാണ്. ഓക്കെ, നൈസ് ഹിറ്റ് എഫക്റ്റ്. അപ്പോൾ ആ സംഭവം. പിന്നെ അല്ലറ ചില്ലറ പച്ചിക്കൽ റിവാർഡ്സ് അതൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ലാതെ ഗോഡ്സിലയുടെ വേറൊരു ഇതും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് സ്പിൻ ടൈപ്പാണ്. ഇതിൻ്റെ അകത്തും ഒരു അപ്ഗ്രേഡബിൾ ഗണ്ണുണ്ട്. ഇതാണ് അപ്ഗ്രേഡബിൾ ഗണ്ണ്. ഡൗൺലോഡ് ആകുമോ? ഓക്കെ, ഇതാണ് അതിൻ്റെ കിൽ മെസ്സേജ്. ഓക്കെ, കൊള്ളാം. ഇത് മെക്ക ടൈപ്പ്, മെക്ക ഗോഡ്സിലയുടെ. പിന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇതാണ്. കൊള്ളാം. പിന്നെ ഇതെന്തോ ഗ്ലൈഡറാണ് തോന്നുന്നു. നോക്കട്ടെ. ഗ്ലൈഡറാണ്. പിന്നെ ഒരു ബൈക്ക്. ഇതെന്ത് പാരഷൂട്ടാണ്? നോക്കട്ടെ. പാൻറ് സ്കിന്നാണ്. പാൻറ് സ്കിന്നൊക്കെ ഭയങ്കര ബൾക്ക്. പിന്നെ നമുക്ക് ബൈക്കിൻ്റെ സ്കിൻ വരുന്നുണ്ട്. പിന്നെ ഒരു ഇമോട്ട്. പിന്നെ പാരഷൂട്ട്. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇനി എല്ലാവരും കാത്തിരുന്ന പ്രൈസ് പാത്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് പ്രൈസ് പാത്ത്. 600 UC ഉള്ളൂ പ്രൈസ് പാത്തിന്. ഓക്കെ, പ്രൈസ് പാത്തിൻ്റെ അകത്ത് വരുന്ന റിവാർഡുകൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു ഹെൽമെറ്റിൻ്റെ സ്കിന്നാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇത് കൊയിനാണ്, ഐ തിങ്ക് സോ. ഈ ഒരു കൊയിനും വരുന്നുണ്ട്. ഈ കൊയിൻ ലക്കി കൊയിനാണ്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് സ്പിൻ ചെയ്ത സാധനം. ഓക്കെ, മോൾട്ടോയുടെ അപ്ഗ്രേഡബിൾ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ബാക്ക് പാക്കിൻ്റെ ഓർണമെൻറ്റ്, ഒരു ഇമോട്ട് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഇമോട്ടിൻ്റെ വേറെ കളർ. വയ്യാതായി. ഓക്കെ, പിന്നെ 20 എത്തുമ്പോൾ നമുക്ക് ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഏത് ഔട്ട്ഫിറ്റ് വേണോ? ഇതിൽ എനിക്ക് തോന്നുന്നു ഈ റെഡ് ഔട്ട്ഫിറ്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതൊരു സുഖമില്ല കേട്ടോ. റെഡ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ അപ്ഗ്രേഡബിൾ ഗ്രനേഡ് വരുന്നുണ്ട്. ഒരു കിൽ മെസ്സേജ് കാണാൻ വരുന്നില്ല. മേ ബി ഗണ്ണ് കിട്ടിയാൽ മാത്രമേ ഇതൊക്കെ യൂസ്ഫുൾ ആകത്തുള്ളൂ തോന്നുന്നു. പിന്നെ അപ്ഗ്രേഡബിൾ മെലി വെപ്പൺ വരുന്നുണ്ട്. നൈസ്. അതിന് കിൽ മെസ്സേജ് നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. ഇതാണ് കിൽ മെസ്സേജ്. പിന്നെ 30 എത്തുമ്പോൾ നമുക്ക് വീണ്ടും ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് ലക്കി സ്പിന്നുണ്ട്. ഐ മീൻ നമ്മുടെ ഈ ലക്കി സ്പിന്നിൻ്റെ കോയിനാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ കോയിൻ കൊണ്ടുവന്ന് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വലിയ കോയിനും കിട്ടുന്നില്ല കേട്ടോ. 5, 10, 15, 20, 25, 30, 35, 35 കഴിഞ്ഞ്. ഓക്കെ, 45, 55, ഒരു 70-75 കോയിനെ കിട്ടത്തുള്ളൂ ഇതിനകത്ത്. പിന്നെ മാത്തമാറ്റിക്കലി ഞാൻ ഭയങ്കര വീക്ക് ആയതുകൊണ്ട് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടി നോക്കൂ. ഞാനിത് ക്വിക്കായിട്ടൊന്ന് നോക്കിയതാണ്. പിന്നെ ഡബിൾ ലക്ക് എന്ന് പറയുന്നതിനകത്തും ഇത് വരുന്നുണ്ട്. ഐ തിങ്ക് അവിടെ നമുക്ക് പ്രൈസ് പാത്ത് ലെവൽ 2 ആകുമ്പോൾ ഇവിടെ ഇത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് ലക്കി സ്പിന്നിൻ്റെ.
അങ്ങനെയാണ് വരുന്നത്. ലൈക്ക് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് പ്രൈസ് പാത്താണ് ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. നമ്മുടെ ഇതുണ്ട് ഗോഡ്സിലയുടെ കൊളാബറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഗോഡ്സില കൊളാബറേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് കൊളാബറേഷൻ പോയിന്റ് എന്നൊരു സംഭവമുണ്ട്. കൊളാബറേഷൻ പോയിന്റ് ഇപ്പോൾ 0 ആണ്. ഇത് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ പറയാം. അപ്പോൾ ആദ്യം ഇതിനകത്ത് റിവാർഡ് നോക്കാം. കൊളാബറേഷൻ പോയിന്റ് 1000 ആകുമ്പോൾ 10 പെയിൻറ്റ് കിട്ടും. 2000 ആകുമ്പോൾ ഒരു അവതാർ ഇമേജ് ആണെന്ന് തോന്നുന്നു. പിന്നെ 3000 ആകുമ്പോൾ നമുക്ക് 5 മിനി മെറ്റീരിയൽ കിട്ടും. 10,000 ആകുമ്പോൾ ഗോഡ്സിലയുടെ ആ ഫ്രെയിം കിട്ടും. 5000 ആകുമ്പോഴാണ് കേട്ടോ. 10,000 ആകുമ്പോൾ ഇത് കിട്ടും, ഗോഡ്സിലയുടെ സ്പെഷ്യൽ കാർഡ് കിട്ടും, സോഷ്യൽ കാർഡ്. അപ്പം ഈ കൊളാബറേഷൻ പോയിന്റ് എവിടെ നിന്ന് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പിന്നുണ്ടല്ലോ, സ്പിന്നല്ല പ്രൈസ് പാത്ത് ഉണ്ടല്ലോ, പ്രൈസ് പാത്തിൽ നിന്നാണ് കിട്ടുന്നത്. പ്രൈസ് പാത്തിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. പ്രൈസ് പാത്തിൻ്റെ അകത്ത് ഇതാണ്ട് ഇവിടെ മേളിൽ കൊടുത്തിട്ടുണ്ട്, ഉണ്ടോ? അപ്പോൾ ഇത് ഇവിടെ ഓരോരോ ലെവലുകൾ കൂടുന്നതനുസരിച്ച് ഇപ്പം ലെവൽ 1 ആകുമ്പോഴത്തേക്ക് 200 ഇത് കിട്ടും കൊളാബറേഷൻ പോയിന്റ്. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അപ്പം അതനുസരിച്ചിട്ട് ഇവിടുന്ന് മൊത്തം കംപ്ലീറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രൈസ് പാത്തിൻ്റെ അത്യാവശ്യം ഒരു 3000 സംതിങ് കൊളാബറേഷൻ പോയിന്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതിന് ശേഷിയുടെ കുറച്ച് മെഷീൻസ് ഉണ്ട്. സാധാരണ നമ്മൾ മെഷീൻ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഒരു കോയിൻ വെച്ചിട്ട്, ഈ ഒരു കോയിൻ വെച്ചിട്ട് നമുക്ക് ക്രേറ്റ് തുറക്കാൻ പറ്റും. ഈ വർഷം ക്രേറ്റ് തുറക്കുന്നത് കാണിക്കുന്നില്ല. അതിന് വരെ ഈ കോയിൻ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രൈസ് പാത്തിൻ്റെ ഈ ലക്കി കോയിൻ ഉണ്ടല്ലോ, ലൈക്ക് ഈ കോയിനായിട്ട് കൺവേർട്ട് ആവുമെന്നാണ് അറിഞ്ഞത്. അപ്പം എന്തായാലും കുറേ പ്രാവശ്യം നമുക്ക് സ്പിൻ ചെയ്യാനുള്ള 10 കൂപ്പൺ വെച്ച് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ റോസ സ്പിൻ ചെയ്യാനുള്ള 10 ആ ഒരു ലക്കി കൂപ്പൺ അവിടെ കിടക്കുന്നുണ്ടല്ലേ, അത് 10 പ്രാവശ്യം നമ്മുടെ ഗ്രോസയുടെ സ്പിൻ ചെയ്യാൻ ഉള്ളതാണ്. അപ്പം എന്തായാലും ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോസ് കിട്ടുന്നതായിരിക്കും.